ആത്യന്തിക തീരുമാനമെടുക്കുമ്പോൾ വ്യക്തി പൂജ തന്നെയാണ് ആത്യന്തികം. അത് കേരളത്തിലെ മാത്രമല്ല, സമസ്ത ലോകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വൺ ലീഡർ, ജനാധിപത്യ കേന്ദ്രീകൃതം അവസ്ഥയും ഒക്കെ തത്വത്തിൽ പറയുമെങ്കിലും തിരുത്താൻ വിസമ്മതിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും കാണുന്നു. ഒരു നുകം പാർട്ടിയുടെ കഴുത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന അനുഭവമാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. സാർ, ഇവിടെ പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണല്ലോ CPM തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റത് എന്നാണ് പാർട്ടി ഘടകങ്ങൾ പോലും ഇപ്പോൾ സമ്മതിക്കുന്നത്. അപ്പോൾ പിന്നെ അതേ വ്യക്തിയെ പ്രതിപക്ഷ നേതാവായി മുന്നിൽ നിർത്തുമ്പോൾ എന്ത് തിരുത്തലാണ് ഈ പാർട്ടി നടത്തുന്നത്? പാർട്ടി, അതായത് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്, ചില രീതികളുണ്ട്. പാർട്ടി അംഗങ്ങളോട് ചോദിച്ചാൽ സ്ഥിരമായി കേൾക്കുന്ന ഒരു പല്ലവിയാണ്, ഞങ്ങളുടെ പാർട്ടിക്ക് ചില രീതികളുണ്ട്, ഞങ്ങൾ സ്വയം തിരുത്തലിന് വിധേയമാകും. ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റികൾ, പാർട്ടിയുടെ വേദികൾ നിരന്തരം വിമർശനം ചെയ്ത് നേതാക്കളെ തിരുത്തുന്ന ഒരു പാർട്ടിയാണ്. ഇത് കേവലം പാഴ്വാക്ക് മാത്രമാണ്. ചില മുറുമുറുപ്പുകൾ ഉണ്ടാകുന്നു, പക്ഷേ ആത്യന്തിക തീരുമാനമെടുക്കുമ്പോൾ വ്യക്തി പൂജ തന്നെയാണ് ആത്യന്തികം. അത് കേരളത്തിലെ മാത്രമല്ല, സമസ്ത ലോകത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വൺ ലീഡർ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ലെനിൻ കാലഘട്ടത്തിൽ ലെനിനായിരുന്നു നേതാവ് സോവിയറ്റ് യൂണിയനിൽ. അതിനുശേഷം സ്റ്റാലിൻ വന്നപ്പോൾ വൺ ലീഡർ, സ്റ്റാലിൻ പറയുന്നതിനെല്ലാം റാൻ ഏറാൻ മൂളുന്ന കമ്മ്യൂണിസ്റ്റുകൾ, അതായിരുന്നു സോവിയറ്റ് യൂണിയൻ്റെ രീതി. അത് ക്രൂഷ്ചേവ് വന്നപ്പോഴും ബ്രഷ്നേവ് വന്നപ്പോഴും ഒക്കെ തന്നെ തുടർന്നു. ചൈനയിൽ അങ്ങനെ തന്നെയാണ്. മാവോ സേതൂങ്ങിന് ആ വാക്കിന് എതിർവാക്കില്ലായിരുന്നു. അതിനുശേഷം ഡെങ് സിയാവോപിങ് വന്നപ്പോൾ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഷീ ജിൻപിങ് എത്തി നിൽക്കുന്നു. ഏകാധിപത്യമാണ് കമ്മ്യൂണിസത്തിൻ്റെ മുഖമുദ്ര. ജനാധിപത്യ കേന്ദ്രീകൃതം അവസ്ഥയും ഒക്കെ തത്വത്തിൽ പറയുമെങ്കിലും തിരുത്താൻ വിസമ്മതിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലും കാണുന്നു. തിരുത്താൻ ഒരു കഴഞ്ച് ആഗ്രഹം ഉണ്ടായിരുന്നു എങ്കിൽ തിരുത്തൽ തുടങ്ങേണ്ടത് എവിടെയാണ്? ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇലക്ഷന് പോയി, അമ്പെ പരാജയപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്ന്. 1977 പരാജയത്തിന് ശേഷമുള്ള ഏറ്റവും ചെറിയ നമ്പറാണ് അത്. വൻ പരാജയം. അന്ന് UDF 111 സീറ്റുകൾ കിട്ടി. ഇപ്പോൾ UDF 102, 103 സീറ്റുകൾ ലഭിക്കുന്നു. അപ്പോൾ അവിടെ പരാജയത്തിൻ്റെ ഒരു തോത് നോക്കുമ്പോൾ ആരാണോ നയിച്ചത് ആ വ്യക്തി ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറി നിൽക്കണം. കഴിഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ സമയത്ത് അങ്ങനെയായിരുന്നല്ലോ. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നു 2016 നിയമസഭയിൽ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാകാൻ തുനിഞ്ഞില്ല. പുതിയൊരു ലീഡർഷിപ്പ് വന്നു. VD സതീശൻ എന്ന പുത്തൻ നേതാവ് വന്നു. കുറച്ചുകൂടി ചെറുപ്പമായ, കുറച്ചുകൂടി ചടുലതയുള്ള ഒരു നേതാവ് വന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ 5 വർഷം നന്നായി പ്രതിപക്ഷം പ്രവർത്തിച്ചു, ഭരണത്തിൽ വരാൻ സഹായകരമായി. ഇതൊരു മാതൃകയായി മുന്നിലിരിക്കെ എന്തിന് പിണറായി വിജയനെ വെച്ചുകൊണ്ട് ഒന്നുകൂടി പരീക്ഷണം നടത്തണം? ഇതൊരു പരീക്ഷണമാണ്. ഒരുപക്ഷെ പുതിയൊരു നേതൃത്വം, രണ്ടാം നിര നേതൃത്വം ഉണ്ടായി വന്നില്ല. ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അന്തരീക്ഷം ഉന്നത നേതാക്കൾ സൃഷ്ടിച്ചില്ല. ഒരുപക്ഷെ ശൈലജ ടീച്ചറോ അതുപോലെ മറ്റാരെങ്കിലുമോ രണ്ടാം നിര നേതാവായി വരാനുള്ള സാധ്യത പോലും പരാജയപ്പെടുന്നൊരു സീറ്റിൽ നിർത്തി. പേരാവൂർ സീറ്റിൽ KPC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ മത്സരിപ്പിച്ച് രാഷ്ട്രീയ വീരചരമം അടയാനായിരുന്നു ശൈലജ ടീച്ചറുടെ വിധി. സ്വന്തം പാർട്ടി തന്നെ രണ്ടാമതൊരു നേതൃത്വം, അല്ലെങ്കിൽ പിണറായിക്ക് ശേഷമാർ വരാൻ സാധ്യതയുള്ള ആളുകളുടെ വഴി പോലും അടച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയനെ ഭാവിയിലും മുഖ്യമന്ത്രി പദത്തിന് ശേഷം പ്രതിപക്ഷ നേതാവാകാനുള്ള വഴി ഒരുക്കി. വേണമെങ്കിൽ പറയാം, പാർട്ടി പറയുന്നു പോളിറ്റ് ബ്യൂറോ അംഗം ഉണ്ടായിരിക്കെ മറ്റൊരു അംഗത്തിന്, ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം മാത്രമായ KN ബാലഗോപാലിനെ പ്രതിപക്ഷ നേതൃസ്ഥാനം വെച്ച് നീട്ടുന്നത് അനുചിതമാണ്, അതാണ് പാർട്ടി രീതി എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമമുണ്ടാകാം. അത് മാത്രമല്ല, ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ് ഉണ്ടായി വന്നില്ല. പക്ഷെ അതിനുള്ള ത്രാണിയില്ലേ? ഒരു മാറ്റത്തിനുള്ള ത്രാണിയില്ലേ? മനോഭാവമില്ലേ? ചോദ്യചിഹ്നമാണ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ബാധ്യതയായി CPM-ന് വരാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നു. പാർട്ടി പുറമേ പറയുന്ന കാരണങ്ങൾ എന്ത് തന്നെയായാലും ഞാൻ വിശ്വസിക്കുന്നില്ല അടുത്ത 5 വർഷം ശ്രീ പിണറായി വിജയൻ തന്നെയായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന ചിന്ത എനിക്കില്ല.
പക്ഷേ പാർട്ടി നോസ് ബെറ്റർ. ഞാൻ പാർട്ടിയുടെ ഭാഗമല്ല, പാർട്ടിയെ മാറി നിന്ന് കാണുന്ന ആൾ മാത്രമാണ്, അതുകൊണ്ട് ക്ഷമിക്കുക. പക്ഷേ അത് കാണുന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അടുത്ത പാർട്ടി കോൺഗ്രസ് വരും. 3 വർഷം കൂടുമ്പോൾ പാർട്ടി കോൺഗ്രസ് ഉണ്ടാകുമല്ലോ. പാർട്ടി കോൺഗ്രസിൽ ചോദ്യങ്ങളുണ്ടാകും. ഇതിപ്പോൾ ജില്ലാ കമ്മിറ്റിയിൽ, ഏരിയ കമ്മിറ്റിയിൽ മാത്രം ചോദ്യമുണ്ടായിട്ട് കാര്യമില്ല. പാർട്ടിയുടെ ഉന്നത സമിതി അവിടെ ചോദ്യമുണ്ടാകും. പാർട്ടി കോൺഗ്രസിൽ സാധാരണ പ്രതിനിധികളിൽ ചോദ്യമുണ്ടാകും. ഒരു ഇളവ്, പ്രായത്തിൻ്റെ കാര്യത്തിൽ ഇളവ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമായിരുന്നു ആ ഇളവ്, പ്രായത്തിൻ്റെ ഇളവ്, 75 വയസ്സെന്നതിൻ്റെ ഇളവ്. ആ ഇളവ് പലർക്കും ബാധകമായി, പക്ഷെ മുഖ്യമന്ത്രിക്ക് ബാധകമായില്ല. അദ്ദേഹം തുടർഭരണത്തിലേക്ക് നയിച്ചു. തുടർഭരണം കഴിഞ്ഞിട്ട് വീണ്ടും തുടർഭരണത്തിന് വേണ്ടി അദ്ദേഹത്തിന് മുഖം തന്നെ കാട്ടി പരാജയപ്പെട്ട സ്ഥിതിക്ക് പിന്നെ എന്തിന് ഒരിക്കൽ കൂടി പ്രതിപക്ഷ നേതാവാകാൻ കൂടി എന്തിന് അതേ പ്രായത്തിൻ്റെ ആനുകൂല്യം ഒരു വ്യക്തിക്ക് തുടർച്ചയായി നൽകുന്നു? ഈ ചോദ്യം പല കണ്ഠങ്ങളിൽ നിന്നും പല നാവുകളിൽ നിന്നും ഉയരാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ്റെ വഴി പുറത്തേക്ക് തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരു നേതാവിന് കീഴിൽ സുസംഘടിതമായ ശക്തമായ ഒരു പ്രതിപക്ഷം കേരളത്തിന് ആവശ്യമാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷം, ഞാൻ CPM-നെതിരായി സംസാരിച്ചതല്ല, അത് പ്രേക്ഷകർ ദയവായി മനസ്സിലാക്കണം. ശക്തമായ പ്രതിഷേധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടാകണം. ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ശക്തമായ ഗവൺമെൻറ് ഉണ്ടാകണം, കാര്യക്ഷമമായ ഗവൺമെൻറ് ഉണ്ടാകണം. അതിൻ്റെ വീഴ്ചകൾ അതിശക്തമായി ചൂണ്ടിക്കാണിക്കപ്പെടണം. SFI ഉണ്ട്, നല്ല ശക്തമായ വിദ്യാർത്ഥി സംഘടന, ചില ഏകാധിപത്യ പ്രവണതകൾ ക്യാമ്പസിൽ കാട്ടുന്നു എങ്കിൽ പോലും തെരുവിൽ അതിശക്തമായ ഒരു പ്രക്ഷോഭം നയിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് യുവജന സംഘടന. കേരളത്തിൽ നിലവിൽ ഏറ്റവും ശക്തമായ യുവജന സംഘടന CPM-ൻ്റെ യുവജന സംഘടനയാണ് DYFI. അതുപോലെ CPM-ൻ്റെ കാഡറുകൾ, ഇവരെല്ലാം തന്നെ തെരുവിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കഴിവുള്ളവരാണ്. അവരെ നയിക്കുന്ന നേതാവിനും അതേ ചടുലത ഉണ്ടാവണം, കൃത്യതയുണ്ടാകണം, വ്യക്തതയുണ്ടാകണം, ഭരണപരാജയങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള കഴിവുണ്ടാകണം. സ്വയം പ്രതിരോധിച്ച് നിൽക്കേണ്ട ഗതികേട് വന്നാൽ VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ ഭരണപരാജയങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് ബാധ്യത ഒരു നുകം പാർട്ടിയുടെ കഴുത്തിൽ കെട്ടിവെച്ചിരിക്കുന്ന അനുഭവമാണ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹം സ്വമേധയാ മാറുന്നില്ല എങ്കിൽ പാർട്ടി അദ്ദേഹത്തെ ഈസ് ഔട്ട്, ഞാൻ മാറ്റുക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, ഈസ് ഔട്ട് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് മുന്നിൽ കാണുന്നത്. ഉടനെയല്ല, പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അത് സംഭവിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇവിടെ ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായതിൽ പാർട്ടിയുടെ പല ഘടകങ്ങളിലും എതിർപ്പുണ്ട്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുമായി വാക്കുകൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പിണറായി വിജയന് കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവർ ധാരാളം CPM-ൽ തന്നെയുണ്ട്. നിയമസഭയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ LDF-ന് ഒരു തിരിച്ചുവരവ് എളുപ്പമാകില്ല എന്ന് വിശ്വസിക്കുന്നവരും CPM-നകത്തുണ്ട്. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ തന്നെ പിണറായി അല്ലാതെ മറ്റാരുണ്ട് CPM-നെ നയിക്കാൻ? LDF അല്ലാതെ മറ്റാര്? ഇത് പ്രചരണവാചകമാണ്. പാർട്ടിക്കുള്ളിലും ചോദിക്കുന്നത് ഇതാണ്, പിണറായി അല്ലാതെ മറ്റാര്? ഈ സംവിധാനം അങ്ങനെയാണ് ക്രമീകരിച്ചത്. പിണറായിക്ക് വേണ്ടി മാത്രം സ്ട്രക്ചർ ചെയ്യപ്പെട്ട ഒരു സംവിധാനമായിരുന്നു കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് അഖിലേന്ത്യാ തലത്തിലും അധികാരമുള്ളത് കേരളത്തിൽ മാത്രമാണല്ലോ. ആകപ്പാടെ നിലവിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആകമാന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ൻ്റെ അംഗസംഖ്യ 45-ൽ താഴെയാണ്. അതും കേരളത്തിൽ ഇത്രയും നമ്പറെങ്കിലുമുണ്ട്. തമിഴ്നാട്ടിൽ DMK-യുടെ കെയർ ഓഫിൽ ലഭിച്ച കുറേ സീറ്റുകൾ, അത് മാത്രമല്ല 2 സീറ്റുകൾ തമിഴ്നാട് നിയമസഭയിൽ. അതുപോലെ പശ്ചിമ ബംഗാൾ 1 സീറ്റ് ഇപ്രാവശ്യം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ത്രിപുരയിൽ അവിടെയും ഇവിടെയൊക്കെ 1-2 സീറ്റ് ലഭിച്ചു. അങ്ങനെ എത്തിയ 45 സീറ്റാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആകെ സമ്പാദ്യം. ഒരു സംസ്ഥാനത്തും അധികാരമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. ആകെ കമ്മ്യൂണിസ്റ്റ് പേരുകളുള്ള ഏക മന്ത്രി മിസ്റ്റർ CP ജോൺ ആണ്. UDF-ലെ ഗതാഗത മന്ത്രിയായ തിരുവനന്തപുരം മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന CP ജോൺ മാത്രമാണ് പേരിലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള ഏക മന്ത്രി. ഇപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിലും മന്ത്രിസഭയിൽ CPM ചേർന്നിട്ടില്ലല്ലോ, അപ്പോൾ അവിടെയും പറയാനൊക്കില്ല. അപ്പോൾ ഇനി വേണമെങ്കിൽ പറയാം RSP, ഷിബു ബേബി ജോൺ, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇസ് എ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തത്വത്തിൽ, ടെക്നിക്കൽ ടേംസിൽ നോക്കുമ്പോൾ. അങ്ങനെ ഇത് രണ്ടും തന്നെ കോൺഗ്രസ് നയിക്കുന്ന UDF സംവിധാനത്തിൻ്റെ ഭാഗമായ 2 മന്ത്രിമാരാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമാണ് 2 കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ ഉള്ളതെന്ന് ഓർക്കണം. വേറൊരിടത്തും അധികാരത്തിലില്ല. ഇതും നേരിട്ടുള്ള അധികാരമല്ല എന്നുകൂടി പ്രേക്ഷകർ ഓർക്കുമല്ലോ. അപ്പോൾ പിന്നെ എന്താവും പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ? കേരള നിയമസഭയിലെ പ്രതിപക്ഷം എത്രത്തോളം ദുർബലമാണ് ഇപ്പോൾ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ? ഇതാണ് ഒരു മനുഷ്യൻ കമ്പയർ ചെയ്യില്ലേ?
അക്സെപ്റ്റബിളായ പൂക്കി ചീഫ് മിനിസ്റ്റർ അല്ലേ, പൂക്കി എന്നാണല്ലോ യുവജനങ്ങൾ വിളിക്കുന്നത്, വളരെ ഹാർട്ട് ത്രോബ്, യുവജനങ്ങൾക്ക് വളരെ ഡാർലിംഗ് ആയ ഹാർട്ട് ത്രോബായ, കണ്ണിറുക്കിച്ചിരിക്കുന്ന, തമാശ പറയുന്ന, അവരോടൊപ്പം സെൽഫി എടുക്കുന്ന, ഈ ആളുകളെ ചേർത്ത് പിടിക്കുന്ന, എല്ലാവർക്കും ഒരു ടിപ്പിക്കൽ ഒരു ഡൈനമിക് ഒരു റോളാണ്. ഒരു ചീഫ് മിനിസ്റ്ററുടെ ആ ഒരു ഡൈനമിസത്തെ മറുപക്ഷത്തെ ഒരു റിജിഡ് കമ്മ്യൂണിസ്റ്റ് രീതി കൊണ്ട് അത് നോക്കുമ്പോൾ ഒരേ തുലാസിൻ്റെ 2 തട്ടിൽ 2 പേരെ കയറ്റി നിർത്തുമ്പോൾ ജനം വിധിക്കില്ലേ? നമ്മുടെ ജെൻസി എന്ന് പറയുന്ന വിഭാഗം യുവജനങ്ങൾ, അല്ലെ കുട്ടികൾ, യുവാക്കൾ, അവരാണ് നാളത്തെ പ്രധാനപ്പെട്ട മൂവേഴ്സ് ആൻഡ് ഷേക്കേഴ്സ്. അവരുടെ മനസ്സിൽ പതിയുന്ന ചിത്രം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ഭാവി വേണ്ടേ? ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് ഇരിക്കുമ്പോൾ എന്ത് ഭാവിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാണുക? ഒരു നല്ല ചടുലതയുള്ള, നല്ല ധിഷണാശാലിയായ, പബ്ലിക് അഡുലേഷൻസ് കൂടി കിട്ടാൻ സാധ്യതയുള്ള, താരതമ്യേന ചെറുപ്പമായ ഒരാളെ CPM പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നെങ്കിൽ നിയമസഭയിൽ ഒന്നാന്തരം പോരാട്ടങ്ങൾ, നല്ല ഒന്നാന്തരം ഡിബേറ്റുകൾ കാണാൻ സാധിക്കും. അതിന് പുറത്ത് യാതൊരു ദോഷവും ഞാൻ കാണുന്നില്ല. CPMൻ്റെ അണികളും DYFI SFI അണികളും വൈബ്രൻ്റ് ആയിരിക്കും, പുറത്ത് സംശയമില്ല. പക്ഷേ നിയമസഭയ്ക്ക് അകത്ത് ഗൗരവമായ ചർച്ചകൾ നടക്കണം. എണ്ണം കുറവാണ്, അതുകൊണ്ട് ഉള്ള ആളുകളെ വെച്ച് ഗംഭീരമായ ചർച്ചകൾ നടക്കണം. അതിനുള്ള സാധ്യത ഞാൻ ഇപ്പോൾ കാണുന്നില്ല. അതിനുള്ള ധിഷണാശാലികളില്ല എന്നല്ല. ഒരുപക്ഷെ P. രാജീവ് മത്സരിച്ച് പരാജയപ്പെട്ടിരിക്കുന്നു. KN ബാലഗോപാൽ ജയിച്ചുവെങ്കിലും അദ്ദേഹത്തിന് കാര്യമായ സ്ഥാനങ്ങൾ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഉപനേതാവ്, CPIയുടെ ഒരു ഉപനേതാവ് ഉണ്ടാകണമെന്ന് പറയുന്നു, അത് ഡിബേറ്റിൽ കിടക്കുകയാണ്. എത്രത്തോളം കോർഡിനേഷൻ അവിടെ ഉണ്ടാകും സംശയമാണ്. അവർ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വളരെ കോർഡിനേഷനോടുകൂടി പ്രവർത്തിക്കും, കേരള കോൺഗ്രസ് ഇല്ല. ഇപ്പം മുന്നണി എന്നതിൽ 3 പാർട്ടിയല്ലേ ഉള്ളൂ. CPM, CPI, ഒരംഗമുള്ള RJD, ഈ 3 പാർട്ടികൾ മാത്രമേ ഉള്ളൂ. LDF ഇല്ല. അപ്പോൾ LDF വളരെ 11 പാർട്ടികളുണ്ടായിരുന്ന LDF സംവിധാനം തന്നെ നിയമസഭയ്ക്കുള്ളിൽ വല്ലാതെ ശോഷിച്ചിരിക്കുന്നു, മെലിഞ്ഞുണങ്ങിയിരിക്കുന്നു. ആ ഒരു പ്രതിപക്ഷം അത്ഭുതങ്ങളൊന്നും നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഭരണപക്ഷത്തിൻ്റെ ഒരു മേധാവിത്വം സഭയ്ക്കുള്ളിലും, അതേസമയം പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ തന്നെ കൊടുമ്പിരി കൊള്ളുന്ന പുറത്തൊരു പ്രതിപക്ഷം. അപ്പം പുറത്തൊരു പ്രതിപക്ഷത്തിനെ പോലും നയിക്കാനുള്ള ചടുലത ശ്രീ പിണറായി വിജയൻ ഉണ്ടോ എന്ന സംശയത്തോടു കൂടിയാണ് ഞാനിത് അവസാനിപ്പിക്കുന്നത്.